Hi friends, welcome to Garam Masala, the magic spices of cooking. കേരള സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ചപ്പാത്തി, പറാത്ത ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസിനെ വേവിച്ചെടുക്കണം. ഒരു പാനിലോട്ട് നമുക്ക് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, 1/2 കപ്പ് ബീൻസ്, 1 കപ്പ് സോയ ചങ്ക്സ്, ഇത് കുതിർത്തിയെടുത്തതാണ്, 1/2 കപ്പ് പൊട്ടാറ്റോ ഇവ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2-3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താലും മതി. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കസ്കസ്, 10 കാഷ്യൂ നട്ട്സ് ഇവ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ വലിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കണം. ഇതിന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സവാള സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാപ്സിക്കം ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ക്യാപ്സിക്കം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിന്റെ നല്ല സ്മെല്ല് വരും നമ്മുടെ കുറുമ. നമുക്കിതിനെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ക്യാബേജും ക്യാപ്സിക്കവും എല്ലാം ഒന്ന് കുക്കായി വരട്ടെ. ഇത് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങയും വെജിറ്റബിൾസും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെള്ളത്തോടു കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറുമ കുറച്ച് തിക്കായിരിക്കണം, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഗ്രേവിയിലോട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറുമ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അവസാനമായി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചപ്പാത്തി, പറാത്ത, പത്തിരി, അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.